പ്രേസ് ദി ലോർഡ്. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കുള്ള സബ്ജക്റ്റ് ജഡത്തിൻ്റെ ചിന്തയും ആത്മാവിൻ്റെ ചിന്തയും, കാർണൽ ആൻഡ് സ്പിരിച്വൽ തോട്ട്സ്. ഈ സബ്ജക്റ്റ് റോമാലേഖനത്തിൻ്റെ 8:6 കൊടുത്ത മാതിരി ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും. രണ്ടിലും ഓപ്പോസിറ്റായിട്ടാണ് കാണുന്നത്. ഈ ജഡത്തിൻ്റെ ചിന്ത എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ചിന്ത, അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ശരീരത്തിൻ്റെ ചിന്തയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇത് വരുന്നത് ലോകത്തിൽ നിന്നാണ്. അതായത് നമ്മളെല്ലാം ലോകത്തിൽ ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഇത് വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ്. കണ്ണുകൊണ്ട് കാണുക, കാതുകൊണ്ട് കേൾക്കുക, മൂക്കുകൊണ്ട് മനസ്സിലാക്കുക, വായ കൊണ്ട് സംസാരിക്കുക, തൊലി കൊണ്ട് മനസ്സിലാക്കുക. ഈ ലോകത്തിലുള്ള ചിന്ത മുഴുവൻ വരുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ്. നേരെ മറിച്ച് ജഡത്തിൻ്റെ ചിന്ത വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടിയാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് നമ്മളെല്ലാ വ്യക്തികളിലും കർത്താവായ യേശുവിനെ കർത്താവായെന്ന് വിശ്വസിച്ച് മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും മനസ്സുകൊണ്ട് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും അതേമാതിരി കർത്താവ് 3-ാം ദിവസം ഉയർത്തെന്ന് മനസ്സുകൊണ്ട് വിശ്വസിക്കുകയും ചെയ്താണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വരും. അങ്ങനെ നമ്മളിലുള്ളൊരു പുതിയ സൃഷ്ടി നടക്കും. അപ്പം ജഡത്തിൻ്റെ ചിന്ത ലോകത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ ആത്മാവിൻ്റെ ചിന്ത ആത്മാവിൽ നിന്നാണ് വരുന്നത്. കാരണം ദൈവം ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ഒരു പുതിയ സൃഷ്ടി നടത്തുന്നത്. അത് വരുന്നത് ജഡത്തിൽ നിന്നല്ല, പക്ഷെ ആത്മാവിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിൽ നിന്നാണ് വരുന്നത്. ഇത് രണ്ടും ഓപ്പോസിറ്റാണ്, പൊരുത്തപ്പെടുന്നില്ല. യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 6:63 വചനപ്രകാരം ജീവിക്കുന്നത് ആത്മാവാണ്. അതായത് നമുക്കെല്ലാം ജീവൻ തരുന്നത് ആത്മാവാണ്. ആത്മാവിൽ നിന്നാണ് സകല സൃഷ്ടിയും നടന്നിട്ടുള്ളത്. മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതായത് ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. കാരണം ഈ ലോകത്തിൽ നിന്നെടുത്ത ജഡം ഈ ലോകത്തിൽ തന്നെ വിട്ടുപോകണം. നമ്മൾ മരിക്കുന്ന സമയത്ത് ആത്മാവും ദേഹിയും മുകളിലേക്ക് പോയിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോകും. ഞാൻ സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാണ്. ഈ സംസാരിക്കുന്ന വചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനമാണല്ലോ നമ്മളെ കംപ്ലീറ്റ് ബൈബിൾ എന്ന് പറയുന്നത്. അത് ആത്മാവും ജീവനുമാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് ആത്മീയനായ നമുക്ക് വേണ്ടത് ജഡചിന്തയിലല്ല, ആത്മീയ ചിന്തയിലാണ് ജീവിക്കേണ്ടത്. നമ്മൾ രക്ഷിക്കപ്പെട്ട സമയത്ത് മുതൽ നമ്മൾ ആത്മീയനാണ്. ജഡത്തിന് പ്രാധാന്യമില്ല. ജഡം ഈ ലോകത്തിൽ ജീവിക്കാൻ മാത്രം വേണം, അതിന് പ്രാധാന്യമില്ല. അപ്പം ഗലാത്യ ലേഖനത്തിൻ്റെ 5:16 ദൈവം പറയാണ്, നമുക്ക് ജീവിക്കേണ്ടത് ആത്മാവിലാണെങ്കിൽ അതിന് നമ്മളെന്താ ചെയ്യേണ്ടത്? ആത്മാവിൻ്റെ ചിന്തയ്ക്കനുസരിച്ച് നടക്കണം. ആത്മാവിൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചിന്തകൾ. ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ചിന്തകളാണ് സ്നേഹം, സമാധാനം, സന്തോഷം, വിശ്വാസം, ടെമ്പറൻസ്, ടോളറൻസ്. ഇതെല്ലാം നമ്മൾ ഈ 9 കാര്യങ്ങളും പറഞ്ഞത് അത് ആത്മാവിൻ്റെ ചിന്തകളിൽ കൂടിയാണ്, ആത്മാവിലുള്ളതാണത് മുഴുവൻ. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ദൈവം പ്രോംപ്റ്റ് ചെയ്യും, നമ്മളോട് പറയും ഈ പ്രകാരം നടക്കണം, അതനുസരിച്ച് നടക്കുക. എന്നാൽ നമുക്ക് ജഡത്തിൽ നിന്നും അതിൻ്റെ മോഹത്തിൽ നിന്നും
നിന്ന് രക്ഷപ്പെടും. അതിനനുസരിച്ച് നമ്മൾ നടക്കുന്നില്ല. അപ്പം നമ്മളെടുത്ത് എങ്ങനെ നടക്കും? അത് ദൈവവചനപ്രകാരം നടക്കും. നമ്മൾ ബൈബിളിൽ നമ്മളൊക്കെ വളരെ ലക്കിയാണ്. ദൈവത്തിൻ്റെ സകല ചിന്തകളും ദൈവം നമുക്കൊരു ബൈബിളായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടി വന്നതാണ്. 2 തിമോത്തി 3:16 പറഞ്ഞ മാതിരി കംപ്ലീറ്റ് ആത്മാവിൽ കൂടിയാണ് വന്നത്. ആത്മാവിൻ്റെ പ്രേരണയാലാണ് ഈ ബൈബിൾ എഴുതപ്പെട്ടിട്ടുള്ളത്. 2 പത്രോസ് 1:21 പറയുന്നുണ്ട്. അപ്പോൾ ഈ ആത്മാവിൻ്റെ ചിന്തയിൽ കൂടിയാണ് ബൈബിൾ എഴുതപ്പെട്ടത്. അപ്പോൾ നമ്മൾ ബൈബിൾ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങാം, അതുമാതിരി കാണാൻ തുടങ്ങാം, അതുമാതിരി പ്രവർത്തിക്കാൻ തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കൊരിക്കലും ജഡത്തിൻ്റെ ചിന്ത വരില്ല. ജഡത്തിൻ്റെ ചിന്ത നമുക്ക് ജയിക്കണം. ജഡത്തിന് നമ്മൾ നമുക്ക് ജയിക്കണം. ജഡത്തിൻ്റെ ചിന്ത വരുന്നത് അത് തെറ്റായ വഴി കാണിക്കും. ആത്മാവിൻ്റെ ചിന്ത നമ്മൾ നല്ല വഴി കാണിക്കും, ദൈവം ആഗ്രഹിക്കുന്നത് കാണിക്കും. അപ്പം ദൈവവചനപ്രകാരം ജീവിക്കുക, വചനപ്രകാരം പ്രവർത്തിക്കാം. യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, 2:17-26 പറയുന്നുണ്ട്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാക്കുന്നു. അതായത് ഇത് രണ്ടും നമ്മളുള്ളിലാണ്. അപ്പം അത് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമുക്ക് ആത്മീയ വചനത്തിൽ കൂടി നടക്കുക, ആത്മീയ വചനം പറയുന്നത് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പ്രവൃത്തിയിൽ കൂടി കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൽ വിശ്വാസം കൂടും, ദൈവത്തിലേക്ക് നടക്കാൻ തുടങ്ങും, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മൾ ഇന്ന് നടത്തുന്നത് ആത്മാവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് തോന്നണം, നമുക്ക് മനസ്സിലാവണം, ഇത് ഞാൻ ബൈബിൾ അനുസരിച്ചാണ് നടത്തുന്നത്, അല്ല എൻ്റെ ജഡചിന്തയിൽ കൂടിയാണ് നടക്കുന്നത്. ജഡത്തിനെ നമുക്ക് പരാജയപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ആത്മാവിൻ്റെ ചിന്തയിൽ കൂടി നടക്കാനും അതായത് ലോക കാര്യങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, പക്ഷേ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ആത്മീയ കാര്യത്തിൽ കൂടി ജീവിക്കുക. ജഡചിന്തയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം. അങ്ങനെയാണ് നമ്മളൊരു ആത്മീയ മനുഷ്യനായിട്ട് മാറിയിട്ട്, അങ്ങനെയാണ് നമ്മുടെ സമുദായത്തിൽ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവില്ല. കാരണം ആത്മാവ് തരുന്നത് നമുക്ക് സമാധാനവും സന്തോഷവും ഒക്കെയാണ് തരുന്നത്. മറ്റത് തരുന്നത് നമ്മുടെ ജഡമോഹങ്ങളാണ് നമ്മളെ കീഴ്പ്പെടുത്തുന്നത്. അതിന് അത് സാധാരണ ജാതികൾക്കുള്ളതാണ്, നമുക്ക് ആവശ്യമില്ല. ആത്മാവിൻ്റെ ചിന്തയിൽ കൂടി നമ്മൾ നടക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടും. മത്തായി സുവിശേഷത്തിൻ്റെ 6-ാം 33 പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞതനുസരിച്ച് നടക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടും. ഒന്നിനെപ്പറ്റി ആലോചിക്കുകയോ ഒന്നിനെ പറ്റിയിട്ട് നമ്മൾ വിഷമപ്പെടുകയോ ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ ജഡപ്രകാരം ജീവിക്കാതെ ആത്മീയനായിട്ട് ആത്മാവിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കാൻ ഇതാണ് ക്രിസ്തു നമ്മളോട് പറഞ്ഞിട്ടുള്ളതും ചെയ്യാൻ പറയുന്നത്. ഇതാണ് ഹോലി സ്പിരിറ്റ് നമ്മളോട് സംസാരിക്കുന്നതും ചെയ്യുന്നതും. ഇതാണ് വചനം പറയുന്നത്. ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്നും ഇത് നിങ്ങൾ പ്രായോഗികത്തിൽ വരുത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.